നമസ്കാരം. മല്ലു ഫാമിലിയിലെ സുജിനും പൊന്നൂസും വേർപിരിഞ്ഞതിന് പിന്നാലെ ഇപ്പോഴിതാ പൊന്നൂസ് രണ്ടാം വിവാഹത്തെപ്പറ്റി ആലോചിക്കുകയാണ്. ഞാൻ സുജിനുമായി വേർപിരിഞ്ഞെങ്കിലും എനിക്കൊരു വിധവയെപ്പോലെ ജീവിക്കാൻ താല്പര്യമില്ല. എൻ്റെ ആയുഷ്കാലം വരെ കൂടെ ഒരാൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനമെടുത്തതെന്നും പൊന്നൂസ് പറയുകയുണ്ടായി. ഒരു സ്ത്രീ എപ്പോഴാണ് പൂർണ്ണമാകുന്നത് എന്ന് വെച്ചാൽ സൗന്ദര്യമോ കുറേ കുട്ടികളുണ്ടായതുകൊണ്ടോ കാര്യമില്ല. നമ്മുടെ കൂടെ ഒരു പുരുഷൻ വേണം. അതാണ് ഓരോ സ്ത്രീയുടെയും കരുത്ത്. പക്ഷേ സുജിൻ ചേട്ടൻ എനിക്കൊരു അനുയോജ്യമായുള്ള ഒരാളായിരുന്നില്ല. ഞാൻ സുജിൻ ചേട്ടനിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചാണ് ഇരുന്നത്. ഒറ്റ ദിവസം കൊണ്ട് സുജിൻ അതെല്ലാം തകർത്ത് കളഞ്ഞു. അയാൾ എന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ മാക്സിമം പിടിച്ചു നിന്നു. പക്ഷെ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? എങ്ങനെയാണ് ഇതൊക്കെ തരണം ചെയ്ത് എപ്പോഴും മുന്നോട്ട് പോകാൻ സാധിക്കുക? അതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹബന്ധം വേർപെടുത്തിയതെന്നും പൊന്നൂസ് പറഞ്ഞു. ഇനിയിപ്പോൾ താനൊരു പുതിയ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുകയാണെന്നും തനിക്കൊരു ലൈഫ് പാർട്ട്ണറിനെ രണ്ടാമത് വേണമെന്നും പറഞ്ഞിരിക്കുകയാണ് പൊന്നൂസ്. പൊന്നൂസ് ആശിക്കുന്ന ആ കാമുകൻ പൊന്നൂസിൻ്റെ കൂടെ പഠിച്ച വ്യക്തിയാണ്. +2-ൽ പൊന്നൂസിന് കൂടെ പഠിച്ച ഒരു സഹപാഠിയായിരുന്നു അദ്ദേഹം. +2 പഠനകാലത്ത് പൊന്നൂസിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ഇയാൾ. +2 കഴിഞ്ഞായിരുന്നു സുജിനുമായുള്ള എൻ്റെ വിവാഹം, അതും 18ാമത്തെ വയസ്സിൽ. വിവാഹശേഷം ഞാൻ അയാളുമായുള്ള സൗഹൃദം നിർത്തിയില്ല, ഇപ്പോഴും തുടരുന്നുമുണ്ടെന്നും എൻ്റെ വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം അദ്ദേഹം വല്ലാതെ വിഷമിച്ചിരുന്നു. വിഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വിധിച്ചതേ കൊയ്യൂ എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്കൊരുപാട് മോട്ടിവേഷനും സമാധാനവും നൽകുമായിരുന്നു. പുള്ളിക്കാരൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ബാംഗ്ലൂരിലെ ഒരു പ്രമുഖ IT കമ്പനിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഉടനെ തന്നെ ഒരു രജിസ്റ്റർ മാരേജ് നടത്തുമെന്നും അതിന് അദ്ദേഹവും എൻ്റെ വീട്ടുകാരുമായി ആലോചിക്കണമെന്നും പൊന്നൂസ് പറയുകയുണ്ടായി. ഇത് താൻ വ്യക്തിപരമായി എടുത്ത തീരുമാനമാണെന്നും തനിക്കിങ്ങനെ വിധവയെപ്പോലെ ജീവിക്കാൻ സാധിക്കില്ലെന്നും കൂടെ ഒരു പുരുഷനില്ലാതെ തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും പൊന്നൂസ് ആവർത്തിച്ച് പറയുകയുണ്ടായി. എന്നാൽ ഇതിനോട് സുജിൻ യാതൊരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടില്ല. സുജിന് ഏറ്റവും പ്രധാനം പൊന്നൂസിനെക്കാട്ടിലും സുജിൻ്റെ മക്കളോടാണ്. ഞങ്ങൾ എന്തിനാണ് വിവാഹബന്ധം വേർപെടുത്തിയെന്ന് ചോദിച്ചുകൊണ്ടുള്ള നിരവധി മെസ്സേജുകൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. നീണ്ട കാലത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഹൃദയത്തിൽ നിന്ന് സംസാരിക്കേണ്ട സമയമാണ് ഇതെന്ന് ഞാൻ കരുതുന്നു. ശരിയാണ്, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഞങ്ങൾ വേർപിരിഞ്ഞാണ് കഴിയുന്നത്. ഒരുപാട് കണ്ണുനീരിനും ചിന്തകൾക്കും ഞങ്ങളുടെ തന്നെ ഉള്ളിൽ നിശബ്ദ യുദ്ധങ്ങൾക്ക് ശേഷം വിവാഹബന്ധം നിയമപരമായി വേർപെടുത്താനുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങളെത്തി. ഇത് ദേഷ്യത്തോടെ എടുത്ത ഒരു തീരുമാനമായിരുന്നില്ല, മറിച്ച് ഭാരിച്ച ഹൃദയത്തോടെ എടുത്ത ഒന്നാണ്. ഒപ്പം പരസ്പരം മനസ്സിലാക്കിയിട്ടും രണ്ട് മനുഷ്യരെ ചേർത്ത് നിർത്താൻ ചിലപ്പോഴൊക്കെ സ്നേഹം മതിയാകാതെ പോകുന്നത് എന്നുള്ള വേദനിപ്പിക്കുന്ന ഒരു തിരിച്ചറിവുമായിരുന്നു അത്. ഒരിക്കൽ ഒരു മനോഹരമായ കഥയുണ്ടായിരുന്നു. ചിരിയും സ്വപ്നങ്ങളും ഞങ്ങൾക്കെല്ലാമായിരുന്ന നിമിഷങ്ങളുമൊക്കെ നിറച്ച കഥകൾ. പക്ഷേ നമ്മൾ കരുതുന്ന അന്ത്യങ്ങളിലേക്കല്ല ജീവിതം എപ്പോഴും പിന്തുടരുന്നത്. പതുക്കെ സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അധ്യായത്തിൽ തുടരുന്നതിന് പകരം അഭിമാനത്തോടെ അതിനെ കടന്നുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. വേദനയ്ക്ക് മുകളിൽ സമാധാനത്തെ ഞങ്ങൾ തിരഞ്ഞെടുത്തുവെന്നാണ് പൊന്നൂസ് പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.